ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ തിരുവമ്പാടി തറൈമറ്റത്ത് നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം ജോയ് ആലുക്കാസ് നിർവഹിച്ചു. ആളുകൾക്ക് തനിച്ചു ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. അപകടങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയവ കൊണ്ട് ശരീരം തളർന്ന വീടകങ്ങളിൽ ഒതുങ്ങിപ്പോയവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന് കീഴിൽ ആരംഭിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസ്. തിരുവമ്പാടി തറൈമറ്റത്തെ 8 ഏക്കർ ഭൂമിയിൽ ഏകദേശം 120 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സെന്ററിന്റെ ആദ്യഘട്ട നിർമ്മാണം 2029 പൂർത്തിയാകും. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് നിർവഹിച്ചു. Rays of hope are nearing. A new dawn comes alive today. Let us together witness the journey of recovery and return. Look closely, and you will see the future of healing and renewed strength as we lay the foundation. എല്ലാ ഫംഗ്ഷനും നമ്മൾ ഒരു കാര്യം അനൗൺസ് ചെയ്യും, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു 1000 പേരെ ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അത് 1000 പേർക്ക് 2 കോടി രൂപ മനസ്സിൽ വിചാരിച്ചുള്ളൂ. പക്ഷേ മോർ ദൻ 7,000 ആളുകൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഈ വരണവരോട് അപ്പോൾ 14 കോടി രൂപയായി. അപ്പം നമ്മൾ വരണവരോട് ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും അവർ മോഹിച്ച് നമ്മളുടെ അടുത്ത് അപേക്ഷിക്കുകയുണ്ടായി. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ എംപ്ലോയീസിനെ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഭാഗമൊക്കെ ആക്കാൻ പറ്റിയ പോലെ ഇവിടെ 53 അധികം മെമ്പേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നുള്ള ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂട്ടമായിട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെയും ഏത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാരിറ്റി ചെയ്യുന്നത് വരുമാനത്തിൻ്റെ സിംഹഭാഗം ചെയ്യണമെന്നല്ല, ഒരു നല്ല ശതമാനം, അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടല്ല, മറ്റുള്ള സാധാരണക്കാരും തീരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അശരണരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ, പ്രത്യേകിച്ച് നമ്മൾ ഈ അധ്വാനിക്ക് കാശ് അധികം ഉണ്ടാക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ പരിപാടിയിലേക്ക് എന്നെ വരാൻ വിളിച്ചതിലും ഇതെനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. താങ്ക് യു. മരണത്തിൽ നിന്ന് കരകയറ്റിയിട്ട് ഒരു 10% മാത്രം തിരിച്ചെന്ന് അവിടുന്ന് ഉള്ള യാത്രയിൽ, 1 കൊല്ലത്തിന് ശേഷമുള്ള യാത്രയിൽ ഉമ്മയോട് വിഷം തന്ന് എന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന അവസ്ഥ വരെ എത്തിയിട്ടുള്ള സാഹചര്യമായിരുന്നു. ഭാര്യയോടൊന്നും ഉച്ചരിക്കാൻ വയ്യാത്ത സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് കെയർ ഹോമിലോട്ട് എത്തി ഈ കാണുന്ന നിലയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കി തന്ന സ്ഥാപനമാണ്. അതെന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. എന്നും മരിക്കാത്ത ഓർമ്മകളായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ലിൻഡോ ജോസഫ് MLA, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, VP മുഹമ്മദ് അലി, NK മുഹമ്മദ് അലി, ഹസൻ VA, ഷംസുദ്ദീൻ KV, നസീം ബക്കർ, ജമാഅത്ത് ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രിയങ്ക ഗാന്ധി MP സന്ദേശം മീഡിയ കമ്മിറ്റി ചെയർമാൻ മജീദ് പുളിക്കൽ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്, കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു പൈമ്പിള്ളിയിൽ, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, മുക്കം മുനിസിപ്പാലിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.